ഹിമാലയൻ മൗണ്ടെയ്ൻസിന്റെ നോർത്തേൺ റീജിയനിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന റേഞ്ചാണ് ട്രാൻസ് ഹിമാലയ റീജിയൻ. ഈ റേഞ്ചിന് മീൻ സീ ലെവലിൽ നിന്ന് 6000 മീറ്ററോളം ഹൈറ്റ് ആണുള്ളത്. ട്രാൻസ് ഹിമാലയ റേഞ്ചും പാരലൽ ആയിട്ടുള്ളൊരു മൗണ്ടൻ റേഞ്ചാണ്. ഏകദേശം 1000 കിലോമീറ്ററോളം ലെങ്ത് ആണ് ഈ ട്രാൻസ് ഹിമാലയൻ റേഞ്ചിന് വന്നിരിക്കുന്നത്. ഇത് പാസ് ചെയ്ത് നിൽക്കുന്ന രാജ്യങ്ങളെന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലൂടെയാണ് ഈ ട്രാൻസ് ഹിമാലയ റേഞ്ച്. കുറച്ച് ഭാഗം അഫ്ഗാനിസ്ഥാന്റെ കുറച്ച് റീജിയനിലും ഈ ട്രാൻസ് ഹിമാലയ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന മേജർ റേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട റേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ കാരക്കോറം റേഞ്ച് ട്രാൻസ് ഹിമാലയയുടെ ഭാഗമാണ്. ലഡാക്ക് റേഞ്ച്, സസ്കർ റേഞ്ച്, കൈലാഷ് റേഞ്ച് ഒക്കെ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. വേൾഡിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് റിവേഴ്സ് ആയിട്ടുള്ള ഇൻഡസും അതോടൊപ്പം തന്നെ ബ്രഹ്മപുത്ര, ഇൻഡസിന്റെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള സത്ലജ് റിവർ ഒക്കെ ഒറിജിനേറ്റ് ചെയ്യുന്ന ഈ ട്രാൻസ് ഹിമാലയൻ റീജിയനിൽ നിന്നാണ്. ഇന്ത്യയിൽ ട്രാൻസ് ഹിമാലയത്തിന്റെ ഏരിയ വരുന്നത് ലഡാക്ക് റീജിയനിലാണ്. ഇപ്പൊ ലഡാക്ക് റേഞ്ചും സസ്കർ റേഞ്ച് ഒക്കെ ഉണ്ട്. അത് ജമ്മു കാശ്മീരിന്റെ ഒക്കെ ഈസ്റ്റേൺ റീജിയനിൽ വന്നിരിക്കുന്ന യൂണിയൻ ടെറിട്ടറിയാണ്. ഇപ്പം ലഡാക്ക് റീജിയനൊക്കെ യൂണിയൻ ടെറിട്ടറിയുടെ ഭാഗമാണ്. ഈ ട്രാൻസ് ഹിമാലയത്തിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന മേജർ പീക്കാണ് മൗണ്ട് കേട്ടു. ഏകദേശം 8611 മീറ്റർ ഹൈറ്റ് ആണ് മൗണ്ട് കേട്ടുവിന് വന്നിരിക്കുന്നത്. നങ്ക പർവ്വതം എന്നുള്ള പീക്ക് അത് 8121 മീറ്ററോളം ഹൈറ്റ് വരുന്ന പീക്കാണ് നങ്ക പർവ്വതം. അത് ഏകദേശം ജമ്മു കാശ്മീരിന്റെ നോർത്തേൺ റീജിയനിലാണ് ഈ പീക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഗാഷിർബം, അതോടൊപ്പം തന്നെ ഗാഷിർബം, കാമറ്റ് എന്നുള്ള പീക്കൊക്കെ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ട്രാൻസ് ഹിമാലയ റീജിയൻ എന്ന് പറയുമ്പം ഇന്ത്യയിലെ മേജർ റിവേഴ്സിന്റെ സോഴ്സും കൂടെയാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡസും ബ്രഹ്മപുത്ര തുടങ്ങിയ റിവേഴ്സിന്റെ ഒക്കെ സോഴ്സ് ആണ് ട്രാൻസ് ഹിമാലയ റീജിയൻ. ഇൻഡസ് റിവർ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് കൈലാഷ് റേഞ്ചിൽ നിന്നാണ്. കൈലാഷ് റേഞ്ചിലുള്ള മാനസ സരോവർ ലേക്കിൽ നിന്നാണ് റിവർ ഇൻഡസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ബ്രഹ്മപുത്ര റിവർ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് കൈലാഷ് റേഞ്ചിലുള്ള ചെമയുണ്ടം ഗ്ലേസിയറിൽ നിന്നാണ് ബ്രഹ്മപുത്ര റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇൻഡസിന്റെ പ്രധാന ട്രിബ്യൂട്ടറിയാണ് സത്ലജ് റിവർ. സത്ലജ് റിവറും ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് കൈലാഷ് റേഞ്ചിൽ നിന്നാണ്. കൈലാഷ് റേഞ്ചിൽ നിന്നുള്ള രാഗാസ് ലേക്കിൽ നിന്നാണ് ഈ ബ്രഹ്മപുത്ര റിവറും ഒറിജിനേറ്റ് ചെയ്യുന്നത്. ട്രാൻസ് ഹിമാലയ റീജിയനിൽ കൂടുതലും കണ്ടുവരുന്ന ഫോറസ്റ്റ് എന്ന് പറയുമ്പം ആൽപൈൻ വെജിറ്റേഷൻ ആണ്. റോഡോഡെൻഡ്രോൺസ് എന്നുള്ള ട്രീസ്, അങ്ങനെ ഓക്ക്, ഒലീവ് ഒക്കെ പോലെയുള്ള ട്രീസും പിന്നെ നമ്മളെ ട്രാൻസ് ഹിമാലയ റീജിയനിൽ കണ്ടുവരുന്നുണ്ട് കൂടുതലായിട്ടും. ധാരാളം ഗ്ലേസിയേഴ്സ് ഈ ട്രാൻസ് ഹിമാലയ റീജിയനിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സിയാച്ചിൻ ഗ്ലേസിയർ, ബൈഫോ ഗ്ലേസിയർ, റെമോ ഗ്ലേസിയർ, ബൾട്ടൂറ, ഷയ്യോക്ക് റീജിയൻ, ആ റീജിയനിലൊക്കെ ധാരാളം ഹിമാലയൻ ഗ്ലേസിയേഴ്സ് ഈ ട്രാൻസ് ഹിമാലയ റീജിയനിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നിരവധി ഹിമാലയൻ പാസസും ഈ ട്രാൻസ് ഹിമാലയ റീജിയനിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ബനിഹൽ പാസ്, സോജില പാസ്, അഗിൽ പാസ് ഒക്കെ ഈ ട്രാൻസ് ഹിമാലയ റീജിയനിലാണ് ഹിമാലയത്തിൽ വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശമാണ് ഈ ട്രാൻസ് ഹിമാലയ റീജിയൻ എന്ന് പറയുമ്പോൾ. ദ്രാസ്, കാർഗിൽ തുടങ്ങിയ റീജിയനും പ്രദേശങ്ങളൊക്കെ ഈ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ റീജിയനിലൊക്കെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ടൗൺഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ലേ ആണ്. ലേയിലൂടെയാണ് നമ്മളുടെ ഇൻഡസ് എന്നുള്ള പ്രധാനപ്പെട്ട റിവർ ഒഴുകി പാസ് ചെയ്ത് പോകുന്നതും ഈ ട്രാൻസ് ഹിമാലയ റീജിയനിലൂടെയാണ്. ഇൻഡസ് റിവർ പാസ് ചെയ്ത് പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട റേഞ്ചസിന്റെ ഇടയിലൂടെയാണ് ഈ ഇൻഡസ് റിവർ പാസ് ചെയ്ത് പോകുന്നത്. അതിൽ ഒന്നാമത്തെ റേഞ്ച് എന്ന് പറയുമ്പം ലഡാക്ക് റേഞ്ച് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന നോർത്തേൺ റീജിയനിലാണ്. സദേൺ റീജിയനിൽ വന്നിരിക്കുന്ന ഇൻഡസിന്റെ റിവറിന്റെ സദേൺ റീജിയനിൽ വന്നിരിക്കുന്ന സസ്കർ റേഞ്ചാണ്. അത് ലഡാക്ക്, ജമ്മു കാശ്മീർ റീജിയനിലൂടെയാണ് ഈ റിവർ പാസ് ചെയ്ത് പോകുന്നത്. യൂണിയൻ സിവിൽ സർവീസ് പരീക്ഷയിൽ നിരവധി ക്വസ്റ്റ്യൻ ആണ് ഈ ട്രാൻസ് ഹിമാലയൻ മൗണ്ടെയ്ൻസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് നിരവധി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പ്രിലിമിനറിയിലും അതോടൊപ്പം തന്നെ മെയിൻസ് എക്സാമിനേഷനൊക്കെ ട്രാൻസ് ഹിമാലയ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്. ഈ ട്രാൻസ് ഹിമാലയ റേഞ്ചിൽ കൂടുതലും നമ്മൾ പ്രസിപ്പിറ്റേഷൻ നോക്കുകയാണെങ്കിൽ സ്നോഫോൾ ആണ്. റെയിൻഫോൾ വളരെ കുറവാണ്. ഏകദേശം 70 സെന്റിമീറ്ററിന് താഴെയാണ് ഈ പ്രദേശങ്ങളിൽ മഴയൊക്കെ ലഭിക്കുന്നത്. വെജിറ്റേഷൻ ഉള്ളതാണ്. ടെമ്പറേറ്റ് വെജിറ്റേഷൻ ആണ്. അതോടൊപ്പം തന്നെ ആൽപൈൻ വെജിറ്റേഷൻസ് ആണ് കൂടുതലായിട്ടും ഈ ട്രാൻസ് ഹിമാലയ റീജിയനിൽ നമ്മൾ കണ്ടുവരുന്നത്.
പ്രധാനപ്പെട്ട ലേക്സിലൂടെ കണ്ടുവരുന്നത് പോങ്സോ ലേക്ക് ലഡാക്ക് റീജിയനിലാണ്. ലഡാക്ക് ചൈനീസ് ബോർഡറിലായിട്ടാണ് ആ പോങ്സോ ലേക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോമോരി എന്നുള്ള ലേക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ കൈലാഷിലുള്ള മാനസ സരോവർ ലേക്കൊക്കെ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. മാനസ സരോവർ ലേക്കാണ് ഇൻഡസിന്റെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുമ്പോൾ. അത് കഴിഞ്ഞാൽ അടുത്തതെന്ന് പറയുമ്പോൾ ചെമയുണ്ടങ് ലേക്ക് ഉണ്ട്, ഗ്ലേസിയർ. അത് ബ്രഹ്മപുത്ര റിവറിന്റെ സോഴ്സ് ആണ്. അതെല്ലാം ട്രാൻസ് ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസിന്റെ ഭാഗമാണ്.